ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ഗുജി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങൾ വേണം നോക്കാം. അതിന് നമുക്ക് മാവ് ഉണ്ടാക്കണം. പാല് തിളപ്പിച്ച് പറ്റിച്ചാണ് നമ്മൾ മാവ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 കിലോ പാലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തിളപ്പിച്ച് 2-3 മണിക്കൂർ എടുക്കും അത് തിളച്ച് പറ്റാനായിട്ട്. അപ്പം ഞാൻ 2-3 മണിക്കൂറായി അത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് പറ്റി. ഇനി അത് കുറച്ചും കൂടെ നന്നായിട്ട് അത് ഡ്രൈ ആവണം. അതുവരെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ചട്ടിയിൽ പിടിക്കും. ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ അത് ഇതുപോലെ ഡ്രൈ ആവണം. അതാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള മാവ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പ് വെച്ച് അതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഒരു 1/2 കിലോ റവയിട്ട് നന്നായിട്ട് അതിനകത്ത് വറുത്തെടുത്തു. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമ്മളത് വറുത്തെടുക്കണം. അതിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ചൂടിൽ വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. തീ കുറച്ച് വെച്ച് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടൊരു 1/4 കിലോ പഞ്ചസാരയും ഒരു 5 ഏലക്കായും കൂടെ പൊടിച്ചത് ചേർത്ത് മിക്സാക്കി. ഇനി അതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് വേണം. അതിനായിട്ട് ഞാൻ കാഷ്നട്ടും ബദാമും കിസ്മസും ഒരു കൊപ്രയും എടുത്തിട്ടുണ്ട്. എല്ലാം 100 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. കൊപ്ര ഞാനത് ഗ്രേറ്റ് ചെയ്തു. ബാക്കിയെല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തു. അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഇത് ഇപ്പം 1/2 കിലോ റവയിലാണ് ഞാനെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മൈദയാണ് ഉപയോഗിക്കുന്നത്. 1/2 കിലോ റവയ്ക്ക് ഒരു 1.5 കിലോ മൈദ വേണം. ഞാനിപ്പോൾ 1 കിലോ മൈദയാണ് ഇപ്പോൾ കുഴയ്ക്കാൻ പോകുന്നത്. 1 കിലോ മൈദ എടുത്തു. അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടത് കുഴച്ചെടുത്ത് നമ്മൾ പിന്നെ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്കത് പരത്തിയെടുക്കണം. പിന്നെ ഒരു അച്ച് കിട്ടും. നമുക്കിത് ഗുജി ഉണ്ടാക്കുന്ന ഒരു അച്ച് മേടിക്കാൻ കിട്ടും മാർക്കറ്റിൽ. അത് മേടിച്ചിട്ട് നമുക്ക് ഓരോ ഉരുളകൾ പരത്തിയത് ഇങ്ങനെ അച്ചിലോട്ട് വെച്ച് ഈ ഫില്ലിങ് നിറച്ച് അതിൽ ശകലം വെള്ളം ഇങ്ങനെ സൈഡിൽ കൂടെ പരട്ടി കൊടുക്കണം. അത് പരട്ടി കൊടുക്കണേ എന്തിനാണെന്ന് വെച്ചാൽ അത് നന്നായിട്ടത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിൽ കൂടെ വെള്ളം പരട്ടി കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം പരട്ടിയിട്ട് നമ്മൾ ശരിക്കും അടച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് റിമൂവ് പെട്ടെന്ന് ഇതായിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും നമുക്കത്. അങ്ങനെ നമുക്ക് എല്ലാം ഇങ്ങനെ ഉണ്ടകളാക്കി വെച്ചിരിക്കുന്നതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തു. ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തോട്ട് നമുക്ക് എല്ലാം ഇട്ട് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കണം. അത് കാരണം നന്നായിട്ടത് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. ഗോൾഡൻ കളർ വരെ നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് അതിട്ട് ഇളക്കിയും അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച അത്രയും നമ്മൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു. ഇനി നമുക്കതൊരു മറിച്ചും തിരിച്ചുവിട്ട് ഇങ്ങനെ അത് ഉണങ്ങി നന്നായിട്ട് എണ്ണയിൽ കിടന്നത് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ കളറാവണത്. ഈ കളറാവുമ്പോഴത്തേക്ക് ഇത്രയും കളറാവുന്നിടം വരെ നമ്മളത് എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ മറിച്ച് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്കത് കോരിയെടുത്ത് വെള്ളം അതിൻ്റെ എണ്ണ ഇങ്ങനെ മാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പലഹാരമാണ്. നോർത്ത് ഇന്ത്യയിൽ ഹോളിയുടെ സമയത്താണ് ഇത് അധികമായിട്ട് ഉണ്ടാക്കുന്നത്. ഹോളി ഒരു ആഘോഷമാണ് ഇവിടുത്തെ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.